ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു പഴുത്ത ഏത്തപ്പഴം വേണം. പിന്നെ 1/2 കപ്പ് റോസ്റ്റഡ് റവ വേണം. പിന്നെ കുറച്ച് ചിരകിയ തേങ്ങയുമാണ് നമുക്ക് വേണ്ടത്. ഒരു ബൗളിലേക്ക് റവ ചേർത്തിട്ട് അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം അളന്നെടുത്തിരിക്കുകയാണ് മെഷറിംഗ് കപ്പിൽ. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണത്. മിക്സ് ചെയ്ത് റവ എല്ലാം ഒന്ന് നനഞ്ഞ പാകത്തിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള വെള്ളം അവിടെ വയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 3/4 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് 4 സ്ലിറ്റ് ചെയ്യണം. 4 സ്ലിറ്റ് ചെയ്തിട്ട് 1/2 ഇഞ്ച് കനത്തിൽ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. തേങ്ങാപ്പീരയിലേക്ക് ഈ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർക്കാം. തീരെ പൊടിയായ കഷ്ണങ്ങളാക്കരുത്, കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഴത്തിൻ്റെ കഷ്ണങ്ങളിൽ തേങ്ങ ഒന്ന് പൊതിയുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ഇപ്പോൾ തുറന്നു നോക്കിയപ്പോഴേക്കും ഏകദേശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചതിലും. പക്ഷേ ഇത് കറക്റ്റാണ്. ഇനി നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തേങ്ങാപ്പീരയിലെയും പഴത്തിൻ്റെ നനവ് കൊണ്ട് ഈ റവ കറക്റ്റായിട്ട് കുതിർന്ന് വരും. അപ്പോൾ ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഈ പഴവും തേങ്ങയും റവയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രഷർ കൊടുക്കാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സി ചെയ്യുമ്പോൾ തന്നെ ഈ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. ഈ തേങ്ങയിലെ നനവ് കൊണ്ട് തന്നെ ഈ റവ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾസാക്കി ഷേപ്പ് ചെയ്യുക. കൂടുതൽ പ്രഷർ കൊടുക്കാതെ പതിയെ അത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇത് റവയൊക്കെ അതിനോട് ചേർന്ന് നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ ഹെൽത്തിയുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പഴവും റവയും പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബോൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ബോൾസും ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വരുന്ന സ്റ്റീമറിലോട്ടാണ് നമ്മൾ ഈ ബോൾസൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. കൂടുതൽ സമയം ഇത് ഉരുട്ടിയിട്ട് പുറത്ത് വെച്ചേക്കുകയും ചെയ്യരുത്. പെട്ടെന്ന് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതെടുക്കണമെങ്കിൽ ഒന്ന് ആറണമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്റ്റീംഡ് ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എണ്ണയൊന്നും ചേരാത്ത ഒരു സ്നാക്കാണിത്. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.